എന്റെ നേരെ വിരൽ ചൂണ്ടി ധിക്കാരം എന്ന് പറഞ്ഞത്? 2021 തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വീണ്ടും എത്തിയ പിണറായി സർക്കാരിന് അത്ര എളുപ്പത്തിലൊന്നും ഭരണം നടത്തുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതിന് പ്രധാന കാരണം അഴിമതിയും അക്രമണവും സ്വജനപക്ഷപാതവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ അലമുറയിട്ട് പറയുമ്പോൾ അതിനേക്കാൾ ഉറച്ച ശബ്ദത്തിലാണ് പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയ്ക്കുള്ളിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്. ഓരോ വകുപ്പുകളിലെയും പ്രശ്നങ്ങൾ തെളിവ് സഹിതം ഫാക്ടുകൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സഭയ്ക്കുള്ളിൽ ഒരു ധാർഷ്ട്യക്കാരൻ എന്ന രീതിയിൽ ചാപ്പകുത്തുവാനുള്ള ശ്രമം നടത്തി. ഇടതുപക്ഷ MLA-മാരും മന്ത്രിമാരും ഒക്കെ നിരന്തരം അത് സഭയ്ക്കുള്ളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ സഭ അവസാനിക്കുന്ന ഇന്ന് കൃത്യമായ മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടാമതും തന്നെ ധാർഷ്ട്യക്കാരൻ എന്ന ആരോപണത്തിന് വിധേയനാക്കുവാൻ ശ്രമിച്ച MP രാജേഷിന് നൽകിയത്. എന്നാൽ MP രാജേഷിന് മാത്രമല്ല അത് കൊണ്ടത്, അതിനും അപ്പുറത്തേക്ക് സഭയിലെ തന്നെ ധാർഷ്ട്യക്കാരനെന്നും അഹങ്കാരിയെന്നും ചാപ്പകുത്തുവാൻ ശ്രമിച്ച ഓരോ ഇടതുപക്ഷ MLA-മാർക്കും മന്ത്രിമാർക്കും എന്തിനേറെ മുഖ്യമന്ത്രി പിണറായി വിജയന് വരെ കൊള്ളുന്ന തരത്തിലേക്കുള്ള കൃത്യമായ ചാട്ടുളി മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. സർ, ഈ രണ്ട് മന്ത്രിമാർക്കെതിരായി ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായിട്ട് ഞാൻ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അങ്ങയോട് പറയാനുള്ളത്, ആ രണ്ട് മന്ത്രിമാരുടെയും വിഷയത്തിൽ ഞാൻ നടത്തിയ വാക്കൗട്ട് പ്രസംഗം അങ്ങ് പരിശോധിച്ച് ഞാൻ ആ റെക്കോർഡിലാണ്. ഞാൻ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് അവരെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് പറഞ്ഞാൽ, സ്പീക്കർ എന്ന നിലയിൽ പറഞ്ഞാൽ ഞാൻ അത് മാറ്റാം. സർ, ഒന്ന്. രണ്ട്, സർ, ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മുൻ മന്ത്രി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, അഹങ്കാരത്തിന് കൈയും കാലും തലയും വയറും വെച്ച ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പാർലമെന്ററി മര്യാദയും കാണിക്കാതെ ഈ മന്ത്രി അവിടെ ഇരുന്ന് ചിരിച്ചു. സാർ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും മറുപടി പോലും പറയാൻ പോയില്ല. സാർ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സഭയിൽ ഒരംഗം ഞാൻ കേരളയിൽ അട്ടിമറിക്കാൻ 150 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ച് ഞാൻ മീൻ കടത്തുന്ന വണ്ടിയിൽ ചാവക്കാട് കൊണ്ടുവന്നു എന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ അതിനോട് വളരെ വളരെ പരിമിതമായ വാക്കുകൾ കൊണ്ടാണ് അതിനോട് പ്രതികരിച്ചത്. സാർ, ഇവിടെ മന്ത്രിമാർ തന്നെ 3-4 പേർ, എല്ലാവരും അല്ല, 3-4 പേര് കൂട്ടം കൂടി കുറച്ച് അംഗങ്ങളുടെ പിൻബലത്തോടു കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് ഈ സഭയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? VS അച്യുതാനന്ദൻ ഇരുന്ന കസേരയാണ്, ഞാനൊന്ന് ബാക്ക് ബെഞ്ചിലിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹത്തോട് പ്രതികരിച്ചത്. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ചുള്ളൊരു പരാമർശം നടത്തിയപ്പോൾ മാത്രമാണ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി റെക്കോർഡിൽ, അതൊന്നും പറയില്ല. സാറേ, നമ്മൾ ഗവൺമെൻറ്റിനെ വിമർശിക്കുക മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ജോലി അതല്ലേ. അത് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താ? ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് ധിക്കാരം, ധാർഷ്ട്യം, പുച്ഛം, അപഹസിക്കൽ, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് എനിക്ക് ചേരുന്നതല്ല, അത് ആർക്കാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ ചാപ്പ എന്റെ മീതെ കുത്തണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അവിടെ കുത്തിയിരിക്കുന്ന ചാപ്പ രക്ഷാപ്രവർത്തനം നടത്താൻ എന്റെ അടുത്ത് വേണ്ട. പാർലമെന്ററി കാര്യ മന്ത്രി അല്ല സ്പീക്കർ, അദ്ദേഹം മുൻ സ്പീക്കറാണ്. അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് സ്പീക്കറാകാൻ ശ്രമിക്കുക. അതേ സ്പീക്കറെ കഴിഞ്ഞ ദിവസം ആരാണ് സാർ സ്പീക്കർക്കെതിരെ തിരിഞ്ഞത്? മുഴുവൻ മാധ്യമങ്ങളിലും വാർത്ത വന്നല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങ് ചെയറിലിരുന്നു കൊണ്ട് ആ സീറ്റിലിരുന്നു കൊണ്ട് പറയുന്ന ഏത് നിർദ്ദേശങ്ങളും പ്രതിപക്ഷം ഇവിടെ സ്വീകരിക്കും. ഞങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ പാർലമെന്ററി രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. അല്ലാതെ പാർലമെന്ററി കാര്യമന്ത്രി സ്പീക്കറായി പ്രതിപക്ഷ നേതാവിനെ നിയന്ത്രിക്കാൻ വരണ്ട. സർ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത്. അദ്ദേഹം കൂടി ഇരിക്കെ പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. അത് അദ്ദേഹത്തെ ചെറുതാക്കാനോ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ ഒന്നും വേണ്ടിയല്ല. ഇന്നലെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ പരസ്പരം വഴങ്ങുകയും സംവാദത്തിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അക്കാര്യത്തിൽ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന ഒരു സമീപനത്തെ ഞാൻ ഇവിടെ വിമർശിക്കുകയാണ് ചെയ്തത്. മോശമായിട്ടുള്ള ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അങ്ങേക്കാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയുക. ഈ പ്രതിപക്ഷം അല്ലേ സഭയിൽ ഇല്ലാതിരുന്നുള്ളൂ, പക്ഷെ അങ്ങ് സഭയിൽ ഉണ്ടായിരുന്നല്ലോ. അനുചിതമായ എന്തെങ്കിലും പ്രയോഗം, മോശമെന്നല്ല, ഉചിതമല്ലാത്ത പ്രയോഗം ഉണ്ടായാൽ അത് അപ്പം തന്നെ തിരുത്തുകയും ചെയ്യാറുണ്ട്.
തിരുത്തുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞത് അങ്ങ് പലപ്പോഴും സ്വീകരിക്കുന്ന സമീപനം ഈ പറഞ്ഞതുപോലെ വളരെ ആരോഗ്യകരമായൊരു സംവാദത്തിന് ചേരുന്നതാണോ എന്നൊരു വിമർശനം ഞങ്ങൾ ഉന്നയിച്ചു. അങ്ങക്കത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വളരെ മോശമായ വാക്കുകളാണ് ധിക്കാരം, ദാസ്യം, പരിഹസിക്കല്, അപഹസിക്കല് തുടങ്ങിയ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം നേരത്തെ ഇങ്ങനെ പറയാറില്ല സാർ, നേരത്തെ ഇങ്ങനെ അദ്ദേഹം പറയാറില്ല. ഞങ്ങൾ എക്സൈസ് വകുപ്പിനെതിരായുള്ള അഴിമതി ആരോപണം കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹം വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്ത് ഇത് പറയുന്നത്. അദ്ദേഹം ചിലപ്പോൾ സഭയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാനിവിടെ പറഞ്ഞത് അദ്ദേഹം ആരോപിച്ചു, പാർലമെന്ററി മിനിസ്റ്റർ പറയുന്നുണ്ട്, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. അത് എല്ലാവരും പരിശോധിക്കുകയും ചെയ്യണമെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് ബാധകമാണ്. ഏതായാലും ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ബാക്കി അദ്ദേഹം പറഞ്ഞ വ്യക്തിപരമായ കാര്യത്തിനൊന്നും ഞാൻ പറയുന്നില്ല. ഈ സഭയിൽ പറഞ്ഞ കാര്യമാണ്. നേരത്തെ മറുപടി പറഞ്ഞതാണല്ലോ, പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ആ പ്രകോപനത്തിലൊന്നും ഞാൻ പോയിട്ട് തലയിടാൻ എന്റെ നേരെ വിരൽ ചൂണ്ടി ധിക്കാരം എന്ന് പറഞ്ഞത്. ഇനി അതിലേക്ക് പോണ്ട. ഞാൻ അങ്ങയോട് പറഞ്ഞു, അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തന്നെ നീക്കം ചെയ്തു. അല്ല, അങ്ങ് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചോളാം. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു വാക്യം ഉപയോഗിച്ചിട്ടില്ല. അഹങ്കാരി, ധാർഷ്ട്യക്കാരൻ, ഈ പേരുകളൊന്നും എനിക്ക് ചേരുന്നതല്ല. അത് കൃത്യമായി ചേരുന്നത് ആർക്കാണ് എന്ന തർക്കമാണ് ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചുട്ട മറുപടിക്ക് തുടക്കം കുറിക്കുന്ന വി.ഡി. സതീശൻ പിന്നീട് അങ്ങോട്ട് സഭയ്ക്കുള്ളിൽ നിറഞ്ഞാടുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്നതിൽ കൃത്യമായ മറുപടി നൽകിയത്. ഇതിപ്പോൾ ഇതാ സഭയുടെ അവസാന നിമിഷവും വെറുതെ വിടുന്നില്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സഭാ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് സഭാംഗങ്ങളെ ആരെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രേഖകളിൽ നിന്ന് ഒഴിവാക്കാമെന്നും താൻ അത്തരത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന ഉറച്ച ബോധ്യം തനിക്കുണ്ട് എന്നും അടിവരയിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചു എന്ന് പറയുമ്പോൾ വിരൽ ചൂണ്ടി തന്നെ സംസാരിക്കും, ചോദിക്കേണ്ടതും പറയേണ്ടതും വിരൽ ചൂണ്ടി തന്നെ ചോദിക്കുമെന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ബി.ജെ.പി. സർക്കാരിനെതിരെ ഉയർത്തുന്ന ഉറച്ച ശബ്ദം പോലെ അത്രവേൽ ഉറച്ചതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഓരോ വാക്കുകളും.